ഒരു തോട്ടുണ്ട് ആക്ച്വലി ഒരു ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഇന്നോവേഷനിലേക്കും അതിൻ്റെ മാർക്കറ്റിങ്ങിലേക്കും സ്പെൻഡ് ചെയ്യണം. ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചെയ്യണേക്കാളും നല്ലത് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നൊരു പൊസിഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 2010-15 തുടങ്ങി നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, CRM ഉണ്ട്, ERP ഉണ്ട്. ഇത് വളരെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെഗ്മെൻ്റാണ് ഈ പ്രീമിയം സെഗ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നോർമലി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശരിക്കും അതിലേക്ക് എത്തിയത്, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ അന്ന് 2016 റോയൽ ഡ്രൈവിന് വെബ്സൈറ്റ് ഉണ്ട്, 2016 ഞങ്ങൾക്ക് ERP ഉണ്ട്. പലരും കോവിഡിന് ശേഷമാണ് പല ബിസിനസ് ഓണേഴ്സും ഒരു വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു ലോങ് വിഷൻ, നമുക്കൊരു വലിയൊരു രീതിയിൽ ഒരു ബ്രാൻഡിനെ വലുതാക്കി എടുക്കണം. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കുന്നത് രണ്ടാണ്. ബിസിനസ്സിൽ നമ്മൾ മാത്രമാണ് ഏൺ ചെയ്യുന്നത്, അതിൻ്റെ ഫൗണ്ടറോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഒരു വളരെ മൈനോറിറ്റി പീപ്പിൾ മാത്രമാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്. അതേസമയം ഒരു വലിയൊരു കമ്പനിയായി മാറുമ്പോൾ നമ്മളും നമ്മളെ കൂടെ ഹാർഡ് വർക്ക് ചെയ്ത ടീമിനൊക്കെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് ഈ SOP മോഡലൊക്കെ ഉണ്ടാക്കി വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ വിജയത്തിലോട്ട് പോകണമെങ്കിൽ ഒരു വലിയ കമ്പനിയാക്കി മാറ്റണം. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ മനസ്സിൽ കരുതിയിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലോട്ട് എത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മളെ കയ്യിലൊരു ബ്രാൻഡ് വേണം. ആ ബ്രാൻഡ് നമ്മൾ വായോണ്ട് പറയുന്നത് നടപ്പിലാക്കുന്ന ഒരു ഓപ്പറേഷൻ സിസ്റ്റം ERP ത്രൂ വേണം. അപ്പോൾ ഇത്തരം തിരിച്ചറിവുകൾ അന്ന് റോയൽ ഡ്രൈവിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് അന്ന് എൻ്റെ കൂടെ 2016 IT, അതായത് ഇൻഹൗസ് IT 2 ആളുകൾ ജോലി ഉണ്ടായിരുന്നു. അവർ ഇന്നും എൻ്റെ കൂടെയാണ്.